ഇന്ന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള പഴംപൊരി ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് നേന്ത്രപ്പഴം ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസും സേമിയത്തിൻ്റെ പൊടിയുമാണ്. നേരിയ സേമിയ എടുത്താൽ മതി. നല്ലപോലെ രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് കുഴച്ച് വെക്കണം. പിന്നെ ഒരു മുട്ട, അതിലേക്ക് കുറച്ച് കണ്ടൻസ് മിൽക്കും ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കാം. പിന്നെ വേണ്ടത് അരിപ്പൊടിയാണ്. ഇനി അരിപ്പൊടിയിലേക്ക് ഇതുപോലെ ഓരോ പഴം എടുത്തിട്ട് നല്ലപോലെ കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് മുട്ടയുടെ മിക്സിയിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ബ്രെഡ് ക്രംസിലിട്ടിട്ട് നല്ലപോലെ കോട്ട് ചെയ്തിട്ട് എല്ലാ പഴവും മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കൊരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ എന്ത് വേണമെങ്കിലും ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തത്. ഇനി നമുക്ക് ഓരോ നേന്ത്രപ്പഴവും ഓരോ പഴത്തിൻ്റെ പീസ് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ പൊരിച്ചെടുക്കാം. നല്ല കറുമുറാന്നുള്ളൊരു പഴംപൊരിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നുറുക്കൊക്കെ തിന്നുന്നൊരു ഫീലാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഹെൽത്തിയുമാണ്. മെഴുക്കൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ചൂട് തന്നെ കഴിക്കണം, ചൂടോടെ തന്നെ കഴിക്കണം. അപ്പോൾ ഇതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് കണ്ടൻസ് മിൽക്ക് ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കാം. നല്ല മധുരം ഉണ്ടാവും. കണ്ടൻസ് മിൽക്ക് ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. സ്കൂളൊക്കെ വിട്ട് വന്നാൽ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്.